Hey guys, welcome back to my channel. ഇന്ന് ഞാനിവിടെ എൻ്റെ 2018 മോഡൽ അവഞ്ചർ 220 സ്ട്രീറ്റ് BS4 മോഡൽ അവഞ്ചറിൻ്റെ ഒരു ഓണർഷിപ്പ് റിവ്യൂ ചെയ്യാനായിട്ടാണ് വന്നേക്കുന്നത്. ആക്ച്വലി ഇന്നലെ എൻ്റെ വണ്ടി 50,000 കിലോമീറ്റേഴ്സ് കംപ്ലീറ്റ് ചെയ്തു. സോ അബൌട്ട് ഓൾമോസ്റ്റ് ഒരു 3 years ഓഫ് ഓണർഷിപ്പായി വണ്ടിക്ക്. അപ്പോൾ 3 years ഓഫ് ഓണർഷിപ്പ് ഒരു 50,000 കിലോമീറ്റേഴ്സിൻ്റെ ഒരു ഇതിൽ ഒരു ഓണർഷിപ്പ് റിവ്യൂ ഇടാന്നുള്ള രീതിയിലാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. ഞാൻ എൻ്റെ ചാനൽ തുടങ്ങിയിട്ട് ഏകദേശം ഒരു 1 to 2 years ആയി. ഇതുവരെയായിട്ടും റിവ്യൂസ് ഒന്നും ഇതുവരെയായിട്ട് അപ്ലോഡ് ചെയ്തിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ കാരണം പ്രത്യേകിച്ചൊന്നുമില്ല. 1 to 2 years കഴിഞ്ഞാൽ ഇതുവരെയായിട്ട് വീഡിയോസ് ഒന്നും അധികം അങ്ങനെ ചെയ്തിട്ടില്ല, പ്രത്യേകിച്ച് റിവ്യൂസ് പോലെ. നിങ്ങൾ എന്നെ ഇൻസ്റ്റയിൽ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം, എനിക്കൊരു NS ഉണ്ട്, ഈ അവഞ്ചറുണ്ട്, ഒരു ഗ്ലാമറുണ്ട്, then ഒരു ഡാറ്റ്സൺ ഗോ, ഒരു കാറും ഉണ്ട്. ഇതിൻ്റെ 4 വണ്ടികളുടെ ഇതുവരെയായിട്ട് ഞാൻ റിവ്യൂസ് ഒന്നും ചെയ്തിട്ടില്ല. സോ ഇതൊരു തുടക്കമായിട്ട് എന്നുള്ള രീതിയിലാണ്. എനിക്ക് കുറേ വണ്ടികളുമായിട്ട് ആക്സസ് ഉണ്ട്. സോ ആ ഒരു ആക്സസ് വെച്ചിട്ട് റിവ്യൂസ് എടുക്കാമെന്നുള്ള രീതിയിലാണ് ഞാനിതൊരു തുടക്കമായിട്ടാണ് കൂട്ടുന്നത്. സോ എന്തായാലും പോരായ്മകളുണ്ടാവും, ക്ഷമിക്കുക. ഇപ്പോൾ നിലവിൽ BS6 ഇറങ്ങിയത്. BS6 വണ്ടികളുടെ വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ, പൊതുവേ വ്യത്യാസം കുറച്ചുകൂടെ കാറ്റഗറി കൺവേർട്ടർ വന്നിട്ടുണ്ട്, ഫ്യൂൽ ഇഞ്ചക്ഷൻ ആയിട്ടുണ്ട്. സോ ഫ്യൂലിംഗ് ഇത്തിരി കൂടെ വ്യത്യാസം വന്നിട്ടുണ്ട്. എന്നാലും ക്ലെയിം ചെയ്യുന്ന ഫിഗേഴ്സ് 45 ആണ് ഇപ്പോഴും ക്ലെയിം ചെയ്യുന്ന. അവർ മൈലേജ് ക്ലെയിം ചെയ്യുന്ന ഇപ്പോഴും 45 km/L ആണ്. എൻ്റെ ഒരു എന്താ പറയുക, ഒരു എക്സ്പീരിയൻസിൽ എനിക്കൊരിക്കലും സ്റ്റോക്ക് എക്സോസ്റ്റിൽ 40 എബോവ് കിട്ടിയിട്ടില്ല. എപ്പോഴും ഒരു 40, കഷ്ടിച്ച് 40 റേഞ്ചിലായിരുന്നു എപ്പോഴും കിട്ടാറുള്ളത്. സോ ഞാൻ എൻ്റെ എക്സോസ്റ്റ് ജസ്റ്റ് ഒന്ന് മോഡിഫൈ ചെയ്തിട്ടുണ്ട്. മോഡിഫൈ മീൻസ് ഞാൻ വണ്ടി നിർത്തുമ്പോൾ കാണിക്കാം. ജസ്റ്റ് മഫർ സെക്ഷൻ മാത്രമായിട്ട് ഞാൻ അങ്ങോട്ട് എടുത്ത് മാറ്റിയിട്ടുണ്ട്. ഒരു സൗണ്ടിനും കുറച്ചും കൂടെ എക്സോസ്റ്റ് ഫ്രീ ഫ്ലോ ആക്കാൻ വേണ്ടിയാണ് ശരിക്കും ചെയ്തത് അങ്ങനെ. സോ ഞാൻ നിർത്തിയിട്ട് ഒരു ഓരോ ഓവർവ്യൂ ആയിട്ട് കാണിക്കുന്നതാണ്. 3 yearsോളമായി വണ്ടി എൻ്റെ കയ്യിൽ ഇരിക്കുന്നത്. യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടൊരു 2 yearsോളമായി. ഇതുവരെയായിട്ട് ഞാൻ വണ്ടിയുടെ റിവ്യൂ ചെയ്തിട്ടില്ലായിരുന്നു. ഒരു ഇൻഡിക്കേറ്റർ മിസ്സിംഗ് ആണ്, സോറി ഫോർ ദാറ്റ്. യെസ്റ്റർഡേ ഒരു വണ്ടി തട്ടിയിട്ട് പോയതാണ്. ഓക്കെ, സോ വണ്ടിയെക്കുറിച്ച് ഞാൻ കൂടുതൽ പറയാമെന്ന് വെച്ചാൽ ഒരു ഓണർഷിപ്പ് റിവ്യൂ ആയിട്ടാണ്. അതായത് 3 years ഓഫ് ഓണർഷിപ്പ് പ്ലസ് 50,000 കിലോമീറ്റേഴ്സ് വണ്ടി എങ്ങനെ പെർഫോം ചെയ്തു, പവർ എങ്ങനെയാണ്. ഒരു BS4 മോഡലാണിത്, 2018 മോഡൽ. 2018 മാർച്ച്, അതായത് വണ്ടി ഇറങ്ങിയ BS4 വണ്ടി ഇറങ്ങിയ ഫസ്റ്റ് ഒരു സെക്ഷനിൽ നിന്ന് എടുത്തൊരു വണ്ടിയാണ്. അത്യാവശ്യം നല്ലൊരു ക്രൂസർ ബൈക്ക് എന്ന് തന്നെ പറയണം. ഞാൻ അന്ന് ചോയ്സ് ഉണ്ടായിരുന്നത് ശരിക്കും ബുള്ളറ്റ് നോക്കിയായിരുന്നു, അതേസമയം റെനഗേഡ് നോക്കിയായിരുന്നു, പിന്നെ അവഞ്ചർ നോക്കിയായിരുന്നു. സോ എന്തുകൊണ്ടും എനിക്ക് അവഞ്ചർ ഇത്തിരി കൂടി ഇഷ്ടപ്പെട്ടു. സോ വണ്ടിക്ക് വരുന്നത് ഫ്രണ്ടിൽ ഒരു ഡിസ്ക് ബ്രേക്കാണ്. ഫ്രണ്ടിൽ വരുന്നത് അവഞ്ചറിനൊരു 280 mm ഡിസ്ക് ബ്രേക്കാണ്. റിയറിൽ വരുന്നത് ഒരു, ഞാനിവിടെ വണ്ടി കയറി ഇരുന്നതെന്ന് വെച്ചാൽ കുറച്ചൊരു ബിസി ആയിട്ടുള്ള റോഡാണ്, അതാണ് വണ്ടി കയറി ഇരുന്ന് സംസാരിക്കാമെന്ന് വെച്ചാൽ. അപ്പോൾ ഫ്രണ്ടിൽ വണ്ടിക്ക് വരുന്ന ഒരു 280 mm ഡിസ്ക് ബ്രേക്കാണ്. റിയറിലൊരു 180 mm ഡ്രം ബ്രേക്കാണ്. സോ ബാക്കിലിപ്പോൾ വണ്ടി റൺ ചെയ്യുന്നത് ഇതൊരു അപ്പോളോയുടെ ടയറാണ്. വണ്ടി ശരിക്കും വരുന്നത് MRF നൈലോ ഗ്രിപ്പ് എന്ന ഒരു മോഡലാണ്. ശരിക്കും അതൊരു 130/90/15 ആണ് റിയറിൽ. സെയിം തന്നെയാണ് ഇപ്പോൾ അപ്പോളോ ഞാൻ മേടിച്ചിട്ട് വരുന്നത്. ഫ്രണ്ടിൽ ടയർ സൈസ് 90/90/17 ആണ്. ഒരു സ്റ്റാഗ്നേറ്റ് സെറ്റപ്പാണ്, ഒരിക്കലും ഒരു സ്ക്വയർ സെറ്റപ്പ് അല്ല ഇതിൻ്റെ അത് ടയർ സൈസ്. സോ നിങ്ങൾക്ക് കാണാമല്ലോ, വണ്ടിയിൽ ശരിക്കും പറയാനുള്ളതെന്ന് വെച്ചാൽ വലിയ ഫീച്ചേഴ്സും ഇതും കാര്യങ്ങളൊന്നും കാണിക്കാനൊന്നുമില്ല. ജസ്റ്റ് ഒരു ന്യൂട്രൽ ഇൻഡിക്കേറ്റർ ഉണ്ട്. ഇവിടെ ഒരു ഫ്ലാഷ്, ബ്രൈറ്റിൻ്റെ ഒരു ഇതുണ്ട്, ഇൻഡിക്കേറ്ററിൻ്റെ ഒരു ഇതുണ്ട്. സ്പീഡോമീറ്റർ ആകെയുള്ള കാര്യങ്ങളെന്ന് വെച്ചാൽ
ഒരു നൈസ് ഒരു ഡിസൈനാണ്. ശരിക്കും ലൈറ്റ് ഇടുമ്പോൾ ഇത് ഓറഞ്ച് കളറാകും, അല്ലെങ്കിൽ ഒരു പഴയൊരു കാൽക്കുലേറ്ററിൻ്റെ ഒക്കെ പോലെ ഒരു പച്ച ടൈപ്പ് കളറാണ്. ഇവിടെ ഒരു സ്പീഡോമീറ്റർ ഉണ്ട്, അതിൻ്റെ താഴെ ഒരു ഓഡോമീറ്റർ ഉണ്ട്. നമുക്ക് കാണാം 50,087 കിലോമീറ്റേഴ്സ് ഓടിയിട്ടുണ്ട്. സോ ദർ ഇസ് ട്രിപ്പ് മീറ്റർ ഉണ്ട്, 2 ട്രിപ്പ് മീറ്റർ ഉണ്ട്, 1ഉം 2ഉം. ഇത് പൊതുവേ ഇതിനൊരു ബിൽഡ് ക്വാളിറ്റി ഇഷ്യൂ ഉണ്ട്. പൊതുവേ ഈ സ്വാപ്പ് ചെയ്യുന്നതിലും, അതായത് ട്രിപ്പ് 1 ട്രിപ്പ് 2ലേക്കൊക്കെ മാറുന്നതും ഒരു ഇഷ്യൂ നമുക്ക് തോന്നും, അതിൻ്റെ ഒരു ക്വാളിറ്റിയുടെ ഇഷ്യൂ. അപ്പോൾ ദർ ഇസ് ഒരു ടൈമുണ്ട്, ഒരു ഫ്യൂവൽ ഗേജ് ഉണ്ട്, അത്രേ ഉള്ളൂ. പിന്നെ ഒരു സർവീസ് റിമൈൻഡർ ഉണ്ട്, ഇത്രേ ഉള്ളൂ. ശരിക്കും എൻ്റെ സ്ക്രീനിൽ നമ്മൾ കാണുമ്പോൾ ഇത്രയും കൂടെ ഉണ്ടാകുമെന്നൊക്കെ പ്രതീക്ഷിക്കും. സോ അത്യാവശ്യം വേണ്ടൊരു കാര്യങ്ങളേ ഉള്ളൂ. പിന്നെ അതിൻ്റെ അത് ലൈറ്റിന് സ്വിച്ച് ഉണ്ട്. BS4 മോഡലാണെങ്കിലും എപ്പോഴും ലൈറ്റ് തെളിഞ്ഞ് കിടക്കില്ല. അതിന് പറയായിട്ടൊരു DRL ഉണ്ട്. DRL എന്ന് പറഞ്ഞാൽ അത്യാവശ്യം ഒരു നല്ലൊരു ലുക്കിലുള്ളൊരു DRL തന്നെയാണ് വണ്ടിക്കുള്ളത്. അപ്പോൾ ലൈറ്റ് എപ്പോഴും തെളിഞ്ഞ് കിടക്കുന്നൊരു, ശരിക്കും എനിക്ക് പൊതുവെ ആ ലൈറ്റ് എപ്പോഴും തിരഞ്ഞെടുക്കുന്നൊരു രീതി എനിക്കിഷ്ടമല്ല. കമ്പാരിങ് ടു NS ആൻഡ് ഡോമിനോസ്, സ്വിച്ച് ഗിയർ ക്വാളിറ്റീസ് വളരെ കോസ്റ്റ് കട്ട് ചെയ്തിരിക്കുന്നതാണ്. ഭയങ്കര ലോ ക്വാളിറ്റി ആയിട്ട് എനിക്ക് തോന്നുന്നു. അതായത് ഒരു എന്താ പറയുക, പഴയൊരു പ്ലാറ്റിനം റേഞ്ചിലൊക്കെ ഉള്ളൊരു സ്വിച്ച് ഗിയേഴ്സിൻ്റെ ക്വാളിറ്റിയേ ഉള്ളൂ. പിന്നെ ഈ മിറർ ശരിക്കും നല്ലൊരു വ്യൂ പുറകിലത്തെ തരുന്നുണ്ട്, ശരിക്കും നല്ലൊരു വ്യൂ തരും. സോ അത്രേ ഉള്ളൂ വണ്ടിയുടെ കോസ്മെറ്റിക് ഇതിലേക്ക് പറയാനുള്ളത്. വണ്ടി ശരിക്കും പവർ ചെയ്യുന്ന 220cc എഞ്ചിനാണ്. ഇത് ആക്ച്വലി പൾസർ 220 ഡിറൈവ് ചെയ്തിട്ടുള്ളൊരു എഞ്ചിനാണ്. എഞ്ചിൻ്റെ പവറും സ്പെക്സും ഒക്കെ കുറച്ചുകൂടെ വണ്ടി ഓടിച്ചിട്ട് ഞാൻ പറയുന്നതായിരിക്കും. സോ നല്ല വെയിലുണ്ട്, നമുക്ക് വണ്ടി ഓടിച്ചിട്ട് കൂടുതൽ സംസാരിക്കാം. സോ വണ്ടിയുടെ ഒരു വെയിറ്റ് വരുന്ന ഒരു 150 kgയുടെ അടുത്ത് വരുന്നുണ്ട് വണ്ടിയുടെ വെയിറ്റ് എന്ന് പറയാം. സോ നമുക്ക് വണ്ടി ഓടിച്ചിട്ട് ബാക്കി ഫീച്ചേഴ്സിൻ്റെ എങ്ങനെയുണ്ട് ഒരു വണ്ടി ഓടിച്ചിട്ട് നിങ്ങൾക്ക് കാണാം ഒരു BS6 അവഞ്ചർ പോയത്. സോ വണ്ടി ഓടിച്ചിട്ട് നമുക്ക് എങ്ങനെയാണ് വണ്ടിയുടെ ഫീച്ചേഴ്സ്, ഐ മീൻ എങ്ങനെയുണ്ട് എൻ്റെ ഈ 3 years ഓൾമോസ്റ്റ് 3 years ഓണർഷിപ്പും 50,000 കിലോമീറ്റേഴ്സും മൈലേജ്, പവർ, ട്രിപ്പ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ബുദ്ധിമുട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം. സോ ആദ്യം വണ്ടിയുടെ ഒച്ച കേൾപ്പിച്ചു തരാം. സോ നിങ്ങൾക്കൊരു ചെറിയൊരു സൗണ്ട് വ്യത്യാസം തോന്നിക്കാം. കാരണം ആക്ച്വലി ഞാൻ ഈ വണ്ടിയുടെ മഫ്ലർ സെക്ഷൻ ഊരിക്കളഞ്ഞു. അതായത് എക്സോസ്റ്റിൽ ചെറിയൊരു മഫ്ലർ പീസ് ഉണ്ടല്ലോ, ഫ്ലൂട്ട് എന്ന് പറയുന്നത്, ആ ഒരു പോർഷൻ ഞാൻ ശരിക്കും ഊരിക്കളഞ്ഞു. ബിക്കോസ് വണ്ടിക്കൊരു വോയിസ് ഒച്ച ഞാൻ ശരിക്കും പ്രതീക്ഷിച്ചു. ഈ വണ്ടിക്കൊരു ഇത്തിരി കൂടെ ഒരു ഗ്രണ്ടിനെസ് ആയിട്ടുള്ളൊരു സൗണ്ട് വേണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. സോ എക്സോസ്റ്റ് മാറ്റുന്നേക്കാളും എന്തുകൊണ്ട് ഇത് തന്നെയായിരിക്കും നല്ലതെന്ന് ഞാൻ വിചാരിച്ചു. ഈ എക്സോസ്റ്റ് ഇങ്ങനെ ചെയ്തതിൻ്റെ ഒരു കുറച്ച് ഗുണങ്ങൾ ഞാൻ ഇതിൽ കൂടെ തന്നെ പറഞ്ഞുതരാം. സോ വണ്ടി ഞാൻ പറഞ്ഞ പോലെ തന്നെ പൾസർ 220 ഡിറൈവ് ചെയ്തിട്ടുള്ളൊരു എഞ്ചിനാണ് ഇതിൻ്റെ അകത്ത് യൂസ് ചെയ്തേക്കുന്നത്. അത് BS4 ആണെങ്കിലും BS3 ആണെങ്കിലും BS6 ആണെങ്കിലും പൾസർ 200 ഡ്രൈവ് ചെയ്തിട്ടുള്ളൊരു ഡീറ്റ്യൂൺഡ് എഞ്ചിനാണ് ശരിക്കും ഇതിൻ്റെ അകത്ത് യൂസ് ചെയ്തേക്കുന്നത്. ഡീറ്റ്യൂൺഡ് എന്ന് വെച്ചാൽ ഒത്തിരി അങ്ങോട്ട് ഡീറ്റ്യൂൺഡ് അല്ല, എന്നാലും ഒരു പരിധി വരെ നല്ലോണം പവറും ടോർക്കും കുറച്ചിട്ടുണ്ട്. അത് ശരിക്കും ഇതൊരു ക്രൂസിങ് സെഗ്മെൻറ്റിലേക്ക് തന്നെ നല്ല രീതിയിൽ ചെയ്തിട്ടുള്ളൊരു രീതിയിലാണ് വണ്ടി ഇറക്കിയിരിക്കുന്നത്. സോ ഇതിൻ്റെ പവർ ഫിഗേഴ്സ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഇതിനൊരു 90 PS ഓഫ് പവറുണ്ട്, 8500 RPM, ഒരു 17.5 Nm ഓഫ് ടോർക്കും ഉണ്ട്. സോ നിങ്ങൾക്ക് കാണാം അവഞ്ചർ 220 180 ആണ്, അത് 180 ആണ്. സോ ഓക്കെ. സോ 2018 ശരിക്കും ഇത് ലോഞ്ച് ചെയ്യുന്നത്. 2018 ഐ തിങ്ക് ഫെബ്രുവരി ജനുവരി ആ ടൈമിലാണ് ശരിക്കും അവഞ്ചർ BS4 എഡിഷൻ ലോഞ്ച് ചെയ്തത്. ആക്ച്വലി ഞാനൊരു മാർച്ചിലോടെ വണ്ടി എടുത്തു. ഐ മീൻ വൺ ഓഫ് ദ ഫസ്റ്റ് ബൈക്സ് ഫ്രം എറണാകുളത്തെ ഒരു എടപ്പള്ളിയിലെ ഷോറൂമിൽ നിന്ന് വൺ ഓഫ് ദ ഫസ്റ്റ് അവഞ്ചർ ആയിരുന്നു ഇത്. സോ വണ്ടി എടുത്തപ്പോൾ തന്നെ അത്യാവശ്യം നല്ല രീതിയിലൊരു റോഡ് പ്രസൻസ് ഉള്ള വണ്ടിയാണ്. അതെനിക്ക് ആദ്യമേ എടുത്ത് പറയണം. ഇപ്പോൾ ഈ സ്കൂളുകളിലെ ഫ്രണ്ടിൽ കൂടെ പോകാനല്ലേ പിള്ളേരൊക്കെ നമുക്ക് നോക്കുന്നത് ശരിക്കും നമുക്ക് ശ്രദ്ധിക്കാവുന്നേ ഉള്ളൂ. അതായത് ശരിക്കും അത്യാവശ്യം ഒരു റോഡ് പ്രസൻസ് ഉണ്ട്. അതിൻ്റെ കൂടെ ഒരു ചെറിയൊരു ഗ്രണ്ടിൻ്റെ സൗണ്ടും കൂടെ വരുമ്പോഴത്തേക്കും എന്തായാലും പിള്ളേർ നോക്കും. സോ അത്യാവശ്യം ഒരു ക്രൗഡ് ക്യാച്ചറാണ് എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ ഉള്ളൊരു കാര്യം, സോ
സോ 300cc താഴെയുള്ള ഒരു രീതിയിൽ പറയുകയാണെങ്കിൽ ഇതിന് ഈ ഒരു സെഗ്മെൻറ്റിൽ 300cc താഴെയുള്ള ക്രൂസർ പറയുകയാണെങ്കിൽ എന്തായാലും നമ്മൾ ബുള്ളറ്റിനെ എക്സ്ക്ലൂഡ് ചെയ്തിട്ടാണ് പറയുന്നത്. ബുള്ളറ്റ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഒരുമാതിരി ഞാൻ ഒരിക്കലും ബുള്ളറ്റ് ഓടിക്കുന്ന ആൾക്കാരെ ഒരിക്കലും കുറ്റം പറയുന്നില്ല. ശരിക്കും ഭയങ്കര ക്രൗഡഡ് ആയിട്ടുള്ളൊരു വണ്ടിയാണ്. അതിപ്പോൾ എവിടെ നോക്കിയാലും ബുള്ളറ്റ് ആ ഒരു യുണീക്കായിട്ടുള്ളൊരു ഫീല് ആ വണ്ടീന് ശരിക്കും പോയി. എല്ലാവരും ബുള്ളറ്റ് മേടിക്കുക, എക്സോസ്റ്റ് മാറ്റി ഒരുമാതിരി ഭയങ്കര വോളിയത്തിൽ ഇങ്ങനെ പോകുന്നത്. അതിൻ്റെ ഒരു റോയൽ എൻഫീൽഡ് ഈസ് എ റോയൽ ബൈക്ക്. ഐ മീൻ ഒരു റോയാലിറ്റി തന്നെ, ഒരു റോയൽ ഫീൽ വരുന്നൊരു ബൈക്കാണ് ശരിക്കും റോയൽ എൻഫീൽഡ്. എൻ്റെ കോൺസെപ്റ്റിൽ അങ്ങനെയാണ് ശരിക്കും റോയൽ എൻഫീൽഡ് ഞാൻ കണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ ആൾക്കാർ മൊത്തം റോയൽ എൻഫീൽഡ് ആക്സസിബിൾ ആയിട്ടുള്ളൊരു പ്രൈസ് വന്നപ്പോൾ ചവറ് പോലെ എടുത്ത് ജസ്റ്റ് ഒരു എന്താ പറയുക, പാട്ടൊക്കെ അടിക്കുന്ന പോലത്തെ ഒരു സൗണ്ട് വെച്ചിട്ടുള്ള എക്സോസ്റ്റും വെച്ച് ആൾക്കാരെ ജീവിതം കേൾപ്പിച്ച് ഉള്ള രീതിയാണ് ശരിക്കും റോയൽ എൻഫീൽഡ് ചെയ്യുന്നത്. ഞാൻ ഒരിക്കലും റോയൽ എൻഫീൽഡ് ഫാൻസിനെ ഒരു ഒഫെൻസീവായിട്ട് പറയുന്നില്ല. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു വണ്ടി തന്നെയാണ് റോയൽ എൻഫീൽഡ്. സോ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഈ വണ്ടി ഞാൻ എടുക്കാൻ നോക്കിയ സമയത്ത് ഞാൻ കൺസിഡർ ചെയ്യുന്നൊരു വണ്ടി 350 ക്ലാസിക് ആയിരുന്നു. 350 ക്ലാസിക്, പിന്നെ അവഞ്ചർ 220 സ്ട്രെയിറ്റ്, പിന്നെ ഞാൻ കൺസിഡർ ചെയ്തിരുന്ന റെനഗേഡായിരുന്നു. റെനഗേഡിന് ഒരു ബിൽഡ് ക്വാളിറ്റി ഇഷ്യൂ തുടർച്ചയായിട്ട് ആ ഒരു ടൈമിൽ പറഞ്ഞുകൊണ്ടാണ് ഞാൻ റെനഗേഡ് റെനഗേഡ് ഫുള്ളായിട്ട് അവോയ്ഡ് ചെയ്തു. ദെൻ ശരിക്കും ബുള്ളറ്റും ഒരു അവഞ്ചർ എന്നുള്ള രീതിയിലായിരുന്നു. നിങ്ങൾക്ക് കാണാവുന്ന പോലെ തന്നെ ഞാൻ അത്യാവശ്യം മെലിഞ്ഞൊരാളാണ്. സോ ഇനിയിപ്പോൾ ഒരു ബുള്ളറ്റ് പറഞ്ഞു വീണാലും അത് പിടിച്ച് പൊക്കാനുള്ളൊരു ശേഷി ഉണ്ടാവും എന്നുള്ളൊരു പേടിയാണ് ശരിക്കും പറഞ്ഞാൽ ഞാൻ അവഞ്ചറിലേക്ക് കൂടുതലായിട്ടൊരു നോക്കിയത്. ബട്ട് ഞാൻ ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് കഴിഞ്ഞ സമയത്ത് എനിക്ക് ശരിക്കും എന്തുകൊണ്ടും ബുള്ളറ്റിനെക്കാളും ഇഷ്ടപ്പെട്ടൊരു വണ്ടിയായിരുന്നു. ശരിക്കും ഒരു ക്രൂസർ ബൈക്കാണ്. പക്ഷെ നിങ്ങൾക്കൊരു ക്രൂസർ എന്നുള്ള രീതി മാത്രമല്ല, അത്യാവശ്യം ഒരു സ്പോർട്ടിനെസ് ഫീലും തന്നിട്ട് ഓടിക്കാൻ പറ്റുന്നൊരു വണ്ടിയാണിത്. നമ്മൾ ബുള്ളറ്റിനെ പോലെ ഒരു 80 ക്രൂസ് ചെയ്യുമ്പോഴത്തേക്കും വൈബ്രേഷൻ അടിച്ച് ചത്തു പോകുന്നൊരു ഫീലൊന്നും ഈ വണ്ടിക്കില്ല. നമുക്കിപ്പോൾ ഒരു 80-ലാണേലും 90-ലാണേലും ഹൈവേയിൽ ക്രൂസ് ചെയ്ത് പോകാന്നേ ഉള്ളൂ. അതിന് പൊക്കത്ത് ക്രൂസ് ചെയ്യാം എന്നല്ല, അതിന് പൊക്കത്ത് വണ്ടി സ്പീഡ് കയറും. ഞാൻ ഒരിക്കലും ആരും പ്രേരിപ്പിക്കാൻ വേണ്ടി പറയുന്നില്ല. ഈ സ്പീഡോമീറ്റർ ശരിയാണോന്നും എനിക്കറിയില്ല. 130 വരെ ഞാൻ ഇതിൻ്റെ അകത്ത് കയറിയിട്ടുണ്ട്. 130 വരെ ഒരു ഓപ്പൺ റോഡ് കിട്ടിയപ്പോൾ ഞാൻ ഈ അവഞ്ചറിൽ കയറിയിട്ടുണ്ട്. സോ അതിനുള്ള ബ്രേക്കിംഗ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഞാൻ പറയും ബ്രേക്കിംഗ് ഇല്ല എന്ന് തന്നെ പറയും. ബ്രേക്കിംഗ് പൊതുവെ ഈ വണ്ടിയുടെ ഏറ്റവും വലിയൊരു ഡ്രോബാക്ക് ഞാൻ പറഞ്ഞേക്കുന്നത്, എൻ്റെ ഒരു അഭിപ്രായത്തിൽ ബ്രേക്കിങ്ങും കുറച്ചും കൂടെ സീറ്റ് ഹൈറ്റ് ആകാമെന്നായിരുന്നു എൻ്റെ ഒരു ഇത്. അതായത് ടോളർ റൈഡേഴ്സിന് കുറച്ചും കൂടെ സീറ്റ് ഹൈറ്റ് വന്നിട്ട് ഹാൻഡിൽ ഇത്തിരി കൂടെ കുറച്ചുകൂടെ അപ്പായിരുന്നെങ്കിൽ, അതായത് ക്രൂസിൻ്റെ അതായത് അവഞ്ചറിൻ്റെ തന്നെ ക്രൂസ് മോഡലുണ്ട്. അതിൻ്റെ ഹാൻഡിൽ എന്ന് പറയുന്നത് ഏകദേശം ഒരു കുറച്ചും കൂടെ ഒരു ഹൈറ്റിലാണ് ഹാൻഡിലിരിക്കുന്നത്. അത് ഇത്തിരി കൂടെ ഹൈറ്റുള്ള ആൾക്കാർക്ക് എളുപ്പമായിരിക്കും. പക്ഷെ അതേസമയം ഈ വണ്ടി എന്ന് പറഞ്ഞാൽ ഇന്ന ഹൈറ്റ് ഒന്നൊന്നുമില്ല. ഇഫ് യു ഷോർട്ട് ദർ ഇസ് നത്തിങ് ടു ബി വെറി വിത്ത് ദിസ്. അതായത് നിങ്ങൾ ഷോർട്ടാണെങ്കിൽ ഒരിക്കലും ഒരു പേടിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് എന്തായാലും ഇതിൻ്റെ അകത്ത് കാലത്തും വണ്ടിക്ക് വലിയ വെയിറ്റ് ഒന്നും നിങ്ങൾക്ക് ഫീൽ ചെയ്യിക്കത്തില്ല. 150 എബോവ് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ആ ഒരു വെയിറ്റ് ഇഷ്യൂസ് ഒന്നും ഫീൽ ചെയ്യിക്കത്തില്ല. വണ്ടി കൂളായിട്ട് ഓടിച്ചുകൊണ്ട് പോകാം. പിന്നെ ഗ്രൗണ്ട് ക്ലിയറൻസ് അബൌട്ട് 160 mm ഉള്ളൂ. സോ ചെറിയ ഓഫ് റോഡുകളിലേക്ക് പോവാം. ഓഫ് റോഡ് ട്രെയിൽസുകളിലേക്കൊന്നും യൂസ് ചെയ്യരുത്. പൊതുവേ ഞാൻ കാണാറുണ്ട് ആൾക്കാർ ബുള്ളറ്റ് എടുത്തിട്ട് സാധാ ബുള്ളറ്റ് ആണെങ്കിലും ഓഫ് റോഡ് ട്രയൽസിലൊക്കെ കൊണ്ടുപോകണം. ഓഫ് റോഡ് ട്രയൽസിലേക്ക് കൊണ്ടുപോകാം, ബുള്ളറ്റൊക്കെ കൊണ്ടുപോകാം. പക്ഷേ ഇതിൻ്റെ ഒരു ഇത്തിരി ലെങ്തിയാണ് വണ്ടി ലെങ്തി ആയതുകൊണ്ട് തന്നെ കൂടുതൽ കട്ടർ വരുമ്പോൾ അടി തട്ടാനുള്ള രീതിയൊക്കെ തോന്നിക്കും. പിന്നെ വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ്, ശരിക്കും ഞാനൊരു ഓർഡറിലല്ല ശരിക്കും റിവ്യൂ പറഞ്ഞേക്കുന്നത്. ഞാൻ ജസ്റ്റ് ഒരു ഓണർഷിപ്പ് റിവ്യൂ എന്നുള്ള പേര് നിങ്ങൾക്ക് വേണേൽ വിളിക്കുക. ഇതിന് ശരിക്കും ഞാൻ ജസ്റ്റ് എൻ്റെ ബാക്ക് ടു ഓഫീസ് ടു ഹോം പോകുന്നൊരു ടൈമിൽ ജസ്റ്റ് ഒരു 3 years ഓഫ് എക്സ്പീരിയൻസ്, അല്ലെങ്കിൽ 3 years ഓഫ് എക്സ്പീരിയൻസ് പ്ലസ് 50,000 kilometers ഓടിച്ചതിൻ്റെ ഒരു എക്സ്പീരിയൻസ് ഷെയറിങ് മാത്രമാണ്. നിങ്ങൾ ശരിക്കും ഒരു ഓണർഷിപ്പ് റിവ്യൂ ആയിട്ട് ഇതിനെ കൂട്ടണ്ട. ഞാൻ ഇത്രയും 50,000 kilometers ഓടിച്ച് എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഞാൻ ഷെയർ ചെയ്യുക മാത്രമാണ്. സോ ഒരു ഓണർഷിപ്പ് റിവ്യൂ ആയിട്ട് നിങ്ങൾ കാണാൻ വേണ്ടി വന്നതാണെങ്കിൽ, ഐ മീൻ
പവർ ഫിഗേഴ്സ്, സ്പീഡ് കാണിക്കുക, അങ്ങനെയുള്ള രീതിയിലായിരിക്കില്ല ഞാൻ ഈ റിവ്യൂ ശരിക്കും ചെയ്യുന്നത്. സോ ഞാൻ പറഞ്ഞു തന്നെ, സോ നിങ്ങൾക്കൊരു, ഞാൻ പറഞ്ഞല്ലോ ഞാൻ മഫ്ലർ എടുത്ത് മാറ്റിയതിൻ്റെ ഒരു കുഴപ്പം, എന്ന് പറഞ്ഞാൽ വൈബ്രേഷൻസ് കുറച്ചുകൂടെ ഫീൽ ചെയ്യും. നേരത്തെ അതായത് BS4 മോഡൽ അത്യാവശ്യം ഒരു 90 വന്നാലും 90 ഒക്കെ തുടങ്ങുമ്പോഴത്തേക്കും ചെറുതായിട്ടൊരു അതായത് ഫുഡ് പെഗ്സിൽ വൈബ്രേഷൻ തോന്നുന്നത്. അപ്പോൾ ഞാൻ ആ മഫ്ലർ എടുത്ത് മാറ്റിയത് കൊണ്ട് സൗണ്ടിൻ്റെ ഒരു ഇഷ്യൂ ഉണ്ട്. ശരിക്കും നല്ല രീതിയിലൊരു വൈബ്രേഷൻ ഒരു 85 അബോവിൽ കിട്ടുന്നുണ്ട്. സോ 85 അബോവിൽ ശരിക്കും വൈബ്രേഷൻ കിട്ടുന്നുണ്ട്. കുറച്ചുകൂടെ എൻ്റെ ഒരു സജഷൻ എന്ന് പറയുമ്പോഴത്തേക്കും ഹൈവേസ് ക്രൂസിങ് ആണെങ്കിൽ ഒരു 80, 85, 90 റേഞ്ചിൽ പോവുക. അല്ല ഇതേപോലത്തെ ഒരു സാധാ ഒരു സ്റ്റേറ്റ് ഹൈവേ ആയിട്ടുള്ള ഇങ്ങനത്തെ ചെറിയ റോഡുകളിൽ കൂടെ പോകുമ്പോൾ പൊതുവേ ഒരു 60, 70 പിടിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് ഫോർ ദിസ് ബൈക്ക്. പിന്നെ റൈഡിങ് കംഫർട്ടിനെ കുറിച്ച് നോക്കുവാണെങ്കിൽ റൈഡ് നിന്ന് പക്കാ കംഫർട്ടാണ്, അതെടുത്ത് പറയേണ്ടതാണ്. ഞാൻ അത്യാവശ്യം ഒറ്റ സ്ട്രെച്ചിൽ 200 കിലോമീറ്റേഴ്സ് എബോവ് ഒക്കെ ഓടിച്ചിട്ടുണ്ട് വിതൗട്ട് സ്റ്റോപ്സ്. സോ വണ്ടി അങ്ങനൊരു റൈഡിന് ശരിക്കും നമുക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും തോന്നിക്കില്ല. പ്രത്യേകിച്ച് ഷോർട്ട് റൈഡേഴ്സിനാണെങ്കിൽ ഒട്ടും നിങ്ങൾക്ക് ബുദ്ധിമുട്ട് കാണിക്കില്ല. എൻ്റെ ഒരു ഹൈറ്റ് വെച്ചിട്ട് എനിക്കൊരു 180 അടുത്ത് ഹൈറ്റ് ഉണ്ട്. സോ എൻ്റെ ഒരു ഹൈറ്റ് വെച്ചിട്ട് എൻ്റെ ഒരു ഹൈറ്റുള്ള ആൾക്കാർക്ക് ഒരു ചെറുതായിട്ടൊരു ബാക്ക് പെയിൻ ശരിക്കും ഉണ്ടാകും. ബിക്കോസ് ഇതിൻ്റെ സീറ്റ് ഹൈറ്റും നമ്മുടെ ഫുഡ് പെഗ്സും തമ്മിലുള്ള ഹൈറ്റിൽ ഒരു ചെറിയൊരു ഇഷ്യൂ ഉണ്ട്. അതായത് നമ്മളിത്തിരി ക്രാംപ്ഡ് ആയിട്ടിരിക്കുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യും. പൊതുവേ എനിക്ക് മാത്രമേ അങ്ങനെ ഫീൽ ചെയ്തിട്ടുള്ളൂ. എൻ്റെ സെയിം ഹൈറ്റുള്ള ആൾക്കാർ ഓടിച്ചിട്ടുണ്ട്, പക്ഷെ അവരത്ര സ്ട്രെച്ചിൽ അതുകൊണ്ട് ഓടിക്കാത്തതുകൊണ്ട് പറഞ്ഞിട്ടില്ല. ഷോർട്ട് റൈഡിന് ഇപ്പോൾ ഹൈറ്റുള്ള ആൾക്കാർക്കാണേലും ഇത് വലിയ ഇഷ്യൂസ് ഒന്നും ഉണ്ടാവില്ല. പിന്നെ ഇതിൻ്റെ സസ്പെൻഷൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഫ്രണ്ടിലത്തെ ഷോക്സ് അത്യാവശ്യം നല്ല രീതിയിൽ ബംസ് എന്താ പറയുക, ഒരു ശരിക്കും ഇതിൻ്റെ ഫ്രണ്ടിലത്തെ ഷോക്സ് കമ്പയർ ചെയ്യേണ്ടത് ശരിക്കും NS ആയിട്ടാണ്. സോ എനിക്കൊരു NS 200 BS4 തന്നെ ഉള്ളതുകൊണ്ട് ഞാൻ അതുമായിട്ട് കമ്പയർ ചെയ്ത് പറയാം. ഞാനിപ്പോൾ ഒരു NS 200 സ്ട്രെയിറ്റ് പോകുമ്പോഴത്തേക്കും ചെറിയൊരു പോട്ട് ഹോളിൽ ഞാൻ വണ്ടി കയറിയെന്ന് വെച്ചാൽ നമുക്ക് എന്താ പറയുക, ആ ഒരു ശരിക്കും ഫീല് ടയർ കുത്തി അങ്ങനെ പൊങ്ങുന്നതിൻ്റെ ഒരു ഫീല് ശരിക്കും നമ്മുടെ കയ്യിൽ നമുക്ക് ഫീൽ ചെയ്യാം NS പോകുമ്പോൾ. അതേസമയം നമ്മൾ അവഞ്ചറിലൊരു 60 റേഞ്ചിൽ അതേ പോട്ട് ഹോളിൽ കൂടെ തന്നെ കയറി പോവുകയാണെങ്കിൽ നമുക്ക് അത്ര ഫീൽ ചെയ്യില്ല. ഭയങ്കര ഒരു സോഫ്റ്റ് ആയിട്ടുള്ള സസ്പെൻഷനാണ് ശരിക്കും ഇതിന് കൊടുത്തത്. എന്ന് വെച്ച് കോണർ ചെയ്യാൻ പറ്റൂലെന്നല്ല, കോണർ നിങ്ങൾക്ക് ചെയ്യാം ഈ വണ്ടിയിൽ. അതാണ് ഈ വണ്ടിയുടെ ഒരു ബുള്ളറ്റ് മറ്റു ക്രൂസേഴ്സിനെയും വെച്ചിട്ട് ഞാനിത് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും ഞാൻ എന്തുകൊണ്ട് ഇത് എടുത്തു എന്നുള്ള കാര്യം, വണ്ടി ശരിക്കും ഒരു ക്രൂസ് മോഡൽ വണ്ടിയാണ്. ഇത് നിങ്ങൾക്കൊരു ശരിക്കും ഒരു ക്രൂസറായിട്ട് തന്നെ ഓടിക്കണമെന്നില്ല, നിങ്ങൾക്കൊരു ശരിക്കും ഒരു ഓൾറൗണ്ടറായിട്ട് തോന്നും. നിങ്ങൾക്ക് ഈ വണ്ടി കോണർ ചെയ്യാം, നല്ല രീതിയിൽ കോണർ ചെയ്യാം. നമുക്കൊരു ലിമിറ്റ് എന്തായാലും വണ്ടിയുടെ മനസ്സിലാവും, പക്ഷേ നിങ്ങൾക്ക് നല്ല രീതിയിൽ കോണർ ചെയ്യാം. അതേസമയം നിങ്ങൾക്ക് നല്ല രീതിയിൽ ക്രൂസ് ചെയ്ത് കൊണ്ടുപോകാം. ക്രൂസ് ചെയ്തെന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ ക്രൂസ് ചെയ്ത് കൊണ്ടുപോകാം. ആ ഒരു ഇപ്പം ഞാനൊരു 50-ലാണ് പോകുന്നത്, അത് ഒരു 45 കഴിഞ്ഞാൽ 45-ൽ നിങ്ങൾ 5th ഗിയർ ഇട്ടാൽ പിന്നെ നിങ്ങൾ ഗിയറേ മാറ്റണ്ട. അതായത് ഗിയർ റേഷ്യോ ഭയങ്കര ഷോർട്ട് ഷിഫ്റ്റിംഗ് ആയിട്ടാണ് നമുക്ക് ശരിക്കും തോന്നുക ക്രൂസ് ചെയ്ത് പോകുമ്പോഴത്തേക്ക്. അതായത് നമ്മൾ 45-ൽ 5th ഗിയർ കഴിഞ്ഞിട്ടുണ്ട്. 5th ഗിയർ കഴിഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞാൽ പിന്നെ ആ ക്രൂസ് ചെയ്ത് അങ്ങ് പൊക്കോളൂ. ഏത് സ്പീഡിലാണേലും ആ ഒരു ബുദ്ധിമുട്ടോ ഒരു ജെർക്കിങ്ങോ ഒന്നുമില്ലാതെ ആ ഒരു ഇതിൽ അങ്ങ് പൊക്കോളൂ. അത് ശരിക്കും എനിക്കൊരു വളരെ ഒരു എന്താ പറയുക, ഒരു വളരെ നല്ലൊരു ഫീച്ചറായിട്ടാണ്. അതിൻ്റെ ഗിയറിങ് റേഷ്യോ കൊടുത്ത് ചെയ്യുന്നൊരു നല്ലൊരു കറക്റ്റായിട്ടുള്ള ലെവൽ, ഒരു ക്രൂസറിന് പറ്റിയ ലെവലിലാണെന്നാണ് എൻ്റെ വിശ്വാസം. ഞാൻ പല വണ്ടികളും ക്രൂസേഴ്സായിട്ടുള്ള ബൈക്കുകളും ഓടിച്ചിട്ടുണ്ട്. സോ ഈ ഒരു സെഗ്മെൻറ്റിൽ നല്ല ടു ആൻഡ് ഫ്രോ ഓഫീസ് ടു ഹോം പോണത് അവഞ്ചറിലാണ്. സോ ഞാൻ ആ ഒരു ഇതിൽ വെച്ച് പറയുകയാണെങ്കിൽ നമ്മൾ അധികം ഗിയറിലിട്ട് പണിയുന്ന ആവശ്യമില്ല. അതായത് നമുക്ക് കൂടുതൽ വർക്കില്ല. ജസ്റ്റ് ഒരു 45-ൽ നമ്മൾ 5th-ലിട്ടാൽ പിന്നെ ഒന്നും ചെയ്യണ്ട. അത് നമ്മൾ വണ്ടി അങ്ങ് ഗ്ലൈഡ് ചെയ്ത് പോകുന്ന ഒരു ഫീലാണ്.
അതൊരു ശരിക്കും നമുക്കൊരു ലോങ്ങർ റൈഡ്സിന് ശരിക്കും ഒരു എന്നാ ഒരു ബ്ലെസ്സിങ്സ് ആണ് ഇങ്ങനത്തെ ഒരു ഗിയർ റേഷ്യോ. സോ ബ്രേക്കിംഗ് പെർഫോമൻസ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ വണ്ടിക്ക് ഒട്ടും ബ്രേക്കിംഗ് പെർഫോമൻസ് ഇല്ല. ഒട്ടും മീൻസ് വളരെ പരിതാപകരമായിട്ടുള്ള ഒരു ബ്രേക്കിംഗ് പെർഫോമൻസ് ആണ് എടുത്തു പറയേണ്ടതാണ്. ബിക്കോസ് ഇതിൻ്റെ ബാക്കിലത്തെ ഡ്രം ബ്രേക്ക്, അതായത് ഞാൻ ആദ്യമേ പറഞ്ഞു ഒരു 130 mm ഡ്രം ബ്രേക്കാണ് ബാക്കിൽ കൊടുത്തിരുന്നത്. ജസ്റ്റ് ഒരു വൺ സിംഗിൾ യൂസ്, അതായത് സഡൻ ബ്രേക്ക് നിങ്ങളൊരു കൊടുക്കുമ്പോൾ ഒറ്റെണ്ണം കൊടുത്താൽ അതിന് തീരും അതിൻ്റെ ഇത്, ആ ഒരു ബ്രേക്കിൻ്റെ ഫുൾ ഇത് പോവും. ഫ്രണ്ട് ബ്രേക്ക് എന്ന് പറഞ്ഞാൽ ഒരു മാക്സിമം ഒരു 70 നല്ല രീതിയിലൊരു സ്റ്റോപ്പ് ചെയ്യിക്കും. ഒരു 70 to 60 നിങ്ങൾ ഒരു നല്ല രീതിയിൽ വണ്ടി സ്റ്റോപ്പ് ചെയ്യാൻ ഫ്രണ്ട് ബ്രേക്ക് സഹായിക്കുന്നുണ്ട്. പക്ഷേ എന്നാലും നമുക്കൊരു സഡനായിട്ടുള്ള ഇതിൽ ഒന്ന് ABS ഇല്ല. BS4 വണ്ടികൾക്ക്, BS4 അവഞ്ചറിന് ശരിക്കും ABS ഇല്ല. അതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് ഉണ്ട് ശരിക്കും. വണ്ടി ശരിക്കും ടയർ ലോക്കാവും. പൊടിക്കൊരു മണ്ണുണ്ടെങ്കിൽ തന്നെ വണ്ടി ടയർ തെന്നി തുടങ്ങും ഫ്രണ്ട് പിടിച്ച് നിർത്താമെന്നുള്ള ഉദ്ദേശത്തിലാണെങ്കിൽ. അത് ശരിക്കും ഒരു ഡ്രോബാക്കാണ്. വണ്ടി ഇത്തിരി ലെങ്തി ആയതുകൊണ്ടായിരിക്കാം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതായത് നമ്മൾ ഫ്രണ്ട് ഇപ്പോൾ ഒരു അത്യാവശ്യം നമ്മൾ സ്ലോ ചെയ്ത് വരിക, വഴിയിലൊരു പെട്ടെന്ന് മണ്ണുണ്ട്, നമ്മൾ ആഞ്ഞ് ഫ്രണ്ട് സഡനായിട്ട് പിടിക്കുക, ടയർ ലോക്കാവുക, ആ സെക്കൻഡ് വണ്ടി തന്നെ. അത് ഭയങ്കര ഒരു ഡിസഡ്വാൻറ്റേജ് ആയിട്ട് തന്നെയാണ് കാണുന്നത്. വണ്ടിക്ക് ശരിക്കും BS6 വണ്ടി തന്നെ നിങ്ങൾ എടുക്കണമെന്ന് ഞാൻ റെക്കമെൻഡ് ചെയ്യുള്ളൂ. അതായത് ABS വരുന്നുണ്ട് ആ വണ്ടിയിൽ. ഇതിൻ്റെ പവർ ഫിഗേഴ്സ് എനിക്ക് കാണിക്കുന്നുണ്ട്, പക്ഷേ വഴി നിങ്ങൾക്ക് കാണാവുന്ന പോലെ തന്നെ ഭയങ്കര ക്രൗഡഡ്. സോ ഐ ഡോണ്ട് വാണ്ട് ടു വയലേറ്റ് എനി റൂൾസ് ഓർ മേക്ക് സമൺ ഇൻ ഡേഞ്ചർ. സോ ഞാൻ അതിന് വേറൊരു ട്രാവൽ വീഡിയോസിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ കാണിച്ചു. നിങ്ങൾക്ക് ഈ വണ്ടിയുടെ വോയിസ് കേൾക്കാൻ പറ്റുമെന്ന് എനിക്ക് വിചാരിക്കുന്നു. ഒരു ഗ്രണ്ടിനെസ് ഉള്ള വോയിസ് ആയിട്ടാണ് എനിക്ക് ആ മഫ്ലർ എടുത്ത് കളഞ്ഞപ്പോൾ തോന്നിയത്. മഫ്ലർ എടുത്ത് കളഞ്ഞതിൻ്റെ ഒരു ഗുണം, ഐ മീൻ ഡ്രോബാക്സും ഉണ്ട്, അതിനൊരു എന്നാ പറയുക ഗുണങ്ങളും ഉണ്ട്. ഐ മീൻ പൊതുവേ ഞാൻ പറഞ്ഞല്ലോ, വണ്ടി എടുത്ത സമയത്ത് നല്ലൊരു റെയർ ആയിരുന്നുകൊണ്ട്, അതായത് 220cc മാത്രമേ ഈ ലുക്ക് ഉണ്ടായിരുന്നുള്ളൂ സമയത്ത്. ഭയങ്കര റെയറും ആയിരുന്നു, ഒരു പീപ്പിൾസ് ഗ്രാബറായിരുന്നു. ശരിക്കും നല്ലൊരു ക്രൗഡ് ഗ്രാബറായിരുന്നു ഇത്. അതേസമയം ഇപ്പോൾ എന്ന് പറയുമ്പോഴത്തേക്കും കുറച്ചും കൂടെ ആൾക്കാർ ഇത് കണ്ടിട്ടുണ്ടെങ്കിലും എന്നാലും ഒരു വാട്ട് സേ പഴയ ഒരു അവഞ്ചറിൻ്റെ അത്രയും എന്താ പറയുക, അത്രയും ക്രൗഡഡ് ആയിട്ട് നമുക്ക് വഴിയിൽ കാണാൻ പറ്റാത്തതാണ് ഈ ഒരു BS4 BS6 മോഡൽ. ശരിക്കും അത്രയും ക്രൗഡഡ് ആയിട്ട് നിങ്ങൾ കാണൂല. അതുകൊണ്ട് തന്നെ ഇതൊരു വളരെ ഒരു യുണീക്കായിട്ട് ചിലവർക്ക് ആദ്യമായിട്ട് കാണുന്നവർക്കൊക്കെ തോന്നും. അതിൻ്റെ കൂടെ തന്നെ ഞാനിപ്പോൾ ഇവിടെ ഒരു കോർണർ കാണിച്ചു തരാം. സോ വണ്ടി നിങ്ങൾക്ക് കോർണർ ചെയ്യാം, അത്യാവശ്യം നല്ല രീതിയിൽ കോർണർ ചെയ്യാം. ഞാൻ ചെറുതായിട്ടേ ചെയ്തിട്ടുള്ളൂ അവിടെ. സോ നല്ല രീതിയിൽ കോർണർ നിങ്ങൾക്ക് ചെയ്യാം. അതുപോലെ തന്നെ കണ്ടല്ലോ, കോർണർ ചെയ്തു, അത് കഴിഞ്ഞിട്ട് ക്രൂസിങ് മോഡിലേക്ക് തന്നെ ആ ഒരു ഇതിലേക്ക് നമ്മൾ ശരിക്കും രണ്ട് ഡിഫറെൻറ്റ് പർപ്പസിന് ഈ വണ്ടി ശരിക്കും യൂസ് ചെയ്യും. നിങ്ങൾക്ക് ട്രാവലിന് വേണ്ടി യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഒരു ഫൺ ബൈക്കായിട്ട് യൂസ് ചെയ്യാം, എങ്ങനെയാണെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അതിപ്പോൾ ഏത് ഹൈറ്റ് വർക്കാണെങ്കിലും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇതും കൂടെയാണ്. പിന്നെ വണ്ടിയുടെ മൈലേജിൻ്റെ കാര്യമാണ്. ആക്ച്വലി ഞാൻ പറഞ്ഞല്ലോ, മഫ്ലർ സെക്ഷൻ ഞാൻ എടുത്ത് മാറ്റിയത്, അതുകൊണ്ട് തന്നെ വണ്ടിക്ക് മൈലേജ് ക്ലെയിമിംഗ് ഫിഗറിന് കൂടുതൽ എനിക്ക് കിട്ടുന്നുണ്ട്. അതായത് വണ്ടിയുടെ മൈലേജ് അവർ ക്ലെയിം ചെയ്ത് 40 to 45 ആണ് BS4 ഇറങ്ങിയ സമയത്ത് ക്ലെയിം ചെയ്തിരുന്നത്. പക്ഷേ എനിക്കത് മഫ്ലർ ഊരി വയ്ക്കുന്നവരെ എനിക്ക് 40 അടുത്തേ കിട്ടിയിട്ടുള്ളൂ. അതായത് 39-40 റേഞ്ചിൽ, 35 മുതൽ 41 റേഞ്ചിലായിരുന്നു എനിക്ക് മൈലേജ് കിട്ടിക്കൊണ്ടിരുന്നത്. അത് സ്റ്റോക്ക് എക്സോസ്റ്റിൽ വെച്ചിരുന്നത്. സ്റ്റോക്കായിട്ട് തന്നെ വെച്ചിരുന്നപ്പോഴാണ് എനിക്ക് ആ ഒരു റേഞ്ച് കിട്ടിയത്. അത് ശരിക്കും ഞാൻ ജസ്റ്റ് 1 ലിറ്റർ അടിച്ചിട്ട് നോക്കിയല്ല, ഫുൾ ടാങ്ക് അടിച്ചിട്ട് അതിൽ നിന്ന് ഉള്ളൊരു
ഡിറൈവ് ചെയ്തെടുത്തൊരു ഡിവൈഡ് ചെയ്തെടുത്തൊരു കണക്കാണ് ഞാൻ പറയുന്നത്. ഒരു 35 to 41 അതിന് പല ടൈമായിട്ട് പല റൈഡിങ്ങിൽ ഞാൻ ലാസ്റ്റ് ഇയറാണ് ഈ മഫ്ലർ സെക്ഷൻ എടുത്ത് മാറ്റുന്നത്. അതേ പിന്നെ ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് മൈലേജ് ചെക്ക് ചെയ്യാറുണ്ട്. സോ മൈലേജ് കണ്ടിന്യൂസ് ആയിട്ട് ചെക്ക് ചെയ്ത് എനിക്ക് ഏറ്റവും കൂടുതൽ ഫൈൻഡ് ചെയ്യാൻ പറ്റിയൊരു കാര്യം എന്ന് വെച്ചാൽ എനിക്ക് 44 റേഞ്ചിൽ എന്തായാലും മൈലേജ് കിട്ടുന്നുണ്ട്. അതിൻ്റെ എബോവ് എനിക്ക് കിട്ടുന്നുണ്ട്. അതായത് നമ്മളൊരു 60-ലൊക്കെ ഫുൾ 70 റേഞ്ചിൽ ഞാൻ പറഞ്ഞില്ലേ ക്രൂസ് ചെയ്ത് തന്നെ അങ്ങ് പോവുകയാണെങ്കിൽ നമുക്ക് എപ്പോഴും ഒരു 45 എബോവ് ശരിക്കും കിട്ടുന്നുണ്ട് മൈലേജ്. ശരിക്കും അതൊരു നല്ല കാര്യം തന്നെയാണ്. ഇതൊരു 220cc ബൈക്കിൽ 45 മൈലേജൊക്കെ കിട്ടുന്നത് നല്ല കാര്യം തന്നെയാണ്. പിന്നെ വണ്ടിയുടെ നമ്മൾ മെയിൻ്റെനൻസ് കോസ്റ്റ് എന്നൊക്കെ പറയുന്നത് ഏകദേശം ഒരു 1600 2000 റേഞ്ചിലൊക്കെ വരുള്ളൂ. അത് നമ്മൾ ഓരോ ചേഞ്ച് ചെയ്യുന്നതനുസരിച്ചിരിക്കും. പിന്നെ ഓരോ ഒരു 20,000 അല്ലെങ്കിൽ 25,000 നിങ്ങൾ ചെയിനൊക്കെ ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ കറക്റ്റായിട്ട് വണ്ടി മെയിൻ്റെനൻസ് രീതിയാവും. അതായത് ശരിക്കും ചെയിൻ നിങ്ങൾ 25,000 അല്ലെങ്കിൽ 20,000 കിലോമീറ്റേഴ്സിൽ മാറ്റണം എന്നാണ് ഞാൻ സജസ്റ്റ് ചെയ്യുന്നത്. അങ്ങനെ മാറ്റിയിരുന്നത് ചെയിൻ അത്യാവശ്യം ബജാജിൻ്റെ ചെയിൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ ബജാജിൻ്റെ ചെയിൻ എപ്പോഴും നല്ല രീതിയിൽ നോക്കണം. നല്ല രീതിയിൽ നോക്കുക. വണ്ടി നമ്മൾ എന്തൊക്കെ സർവീസ് ചെയ്താലും ചെയിൻ കൃത്യമായിട്ട് നോക്കിയില്ലേ ബജാജിൻ്റെ ഒരു പൊതുവെ ബജാജിൻ്റെ നല്ല ഇപ്പോൾ ഉള്ള മിക്ക വണ്ടികളുടെയും ചെയിൻ കൃത്യമായിട്ട് നോക്കിയില്ലേ ഭയങ്കര ഒരു അവിഞ്ഞ ഫീല് വണ്ടി ഓടിക്കുമ്പോൾ ഫീൽ ചെയ്യുമെന്ന് പറയാറുണ്ട്. ഭയങ്കര ഒരു ബാഡ് ക്വാളിറ്റി വണ്ടി ഓടിക്കുമ്പോൾ ഫീൽ ചെയ്യുന്നു പറഞ്ഞ് ഞാൻ കേട്ടിട്ടൊന്നും പോലെ ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. ഞാൻ എൻ്റെ 25,000 ആയിട്ടാണ് എൻ്റെ ഫസ്റ്റ് ചെയിൻ മാറിയത്. സോ അപ്പോൾ ശരിക്കും ഞാൻ ഫീൽ ചെയ്തായിരുന്നു ആ ഒരു ചേഞ്ച്. അത്രയും നാളും ഭയങ്കര ഒരു റഫ്നെസ്സും ഗിയർ ചേഞ്ച് ചെയ്യാനുള്ള ഒരു ഇഷ്യൂ ഒക്കെ കഴിഞ്ഞിട്ട് ചെയിൻ മാറിയപ്പോഴത്തേക്കും നല്ല സ്മൂത്ത് ആൻഡ് ഗ്ലൈഡായിട്ട് പോയ ഇതിൽ. സോ ചെയിൻ നിങ്ങൾ കറക്റ്റായിട്ട് ചേഞ്ച് ചെയ്യണം. അതേപോലെ തന്നെ ലൂബ് ചെയ്യേണ്ട മസ്റ്റാണ്. എവറി 1000 കിലോമീറ്റേഴ്സ് അല്ലെങ്കിൽ ഒരു 750 കിലോമീറ്റേഴ്സ് യു ഷുഡ് ലൂബ് ദ ചെയിൻ. അത് മോട്ടീവുകളായിരിക്കും ഇതിനും കൂടെ യൂസ് ചെയ്യേണ്ടത് നല്ലത്. പിന്നെ എൻജിൻ ഓയിൽ നിങ്ങൾ യൂസ് ചെയ്യണമെങ്കിൽ ഇതിനും കൂടെ മോട്ടീവ് 5001 അല്ലെങ്കിൽ 3001 റേഞ്ചുള്ള ആ ഒരു മോഡൽസ് ഉണ്ട്. അത് യൂസ് ചെയ്താലും മതി. അല്ലെങ്കിൽ നിങ്ങൾക്ക് ബജാജിൻ്റെ ഓയിൽ തന്നെ യൂസ് ചെയ്യാം. ബജാജിൻ്റെ ഓയിൽ അത്ര ഇഷ്യൂസൊന്നും എനിക്ക് ഇതുവരെയായിട്ടും തോന്നിയിട്ടില്ല. ബജാജിൻ്റെ ഓയിൽ യൂസ് ചെയ്യേണ്ടവർക്ക് ബജാജിൻ്റെ ഓയിൽ യൂസ് ചെയ്യാം. പൊതുവേ ബജാജിൻ്റെ സർവീസ് നിങ്ങൾക്ക് പറയാം ഒരു സാറ്റിസ്ഫാക്ടറി ലെവൽ നോക്കുവാണെങ്കിൽ ഒരു ഔട്ട് ഓഫ് 10 ഞാനൊരു 7 കൊടുക്കും. അതിപ്പോൾ കോട്ടയം ജില്ലയിലാണെങ്കിലും എറണാകുളത്ത് ഒരു 8 കൊടുക്കാം. കോട്ടയം ജില്ലയിൽ 7 എന്നുള്ള രീതിയിലാണ് ഞാൻ സർവീസ് സാറ്റിസ്ഫാക്ഷൻ കൊടുക്കുക. അതായത് നമ്മുടെ ഇഷ്ടത്തിന് സാറ്റിസ്ഫാക്ടറി ആയിട്ടുള്ള രീതിയിൽ അവർ ചെയ്തിട്ടുണ്ടോ എന്നുള്ള രീതിയിലാണ് ഞാൻ പറഞ്ഞത്. സോ BS6 എന്തുകൊണ്ട് BS6 ഞാൻ എന്തുകൊണ്ട് റിവ്യൂ ചെയ്തില്ല എന്ന് ചോദിക്കുകയാണെങ്കിൽ BS6 ഇതിന് വലിയ വ്യത്യാസമൊന്നുമില്ല. ജസ്റ്റ് ഒരു കാറ്റലിറ്റിക് കൺവേർട്ടർ അവിടെ വന്നിട്ടുണ്ട്, വണ്ടിക്ക് ABS വന്നിട്ടുണ്ട്. ഞാൻ നോക്കട്ടെ, ഐ വിൽ ട്രൈ മൈ ബെസ്റ്റ് ടു റിവ്യൂ BS6 Avenger ആൻഡ് കമ്പയർ വിത്ത് ദിസ്. സോ ഞാൻ ഒരു ലെവൽ ബെസ്റ്റ് ട്രൈ ചെയ്യാം. ഒരു BS6ഉം BS4ഉം ആയിട്ടുള്ളൊരു കമ്പാരിസൺ, ഫേസ് ടു ഫേസ് ബോത്ത് ഓഫ് ദം. സോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷുവറായിട്ടും കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഇപ്പോൾ ഏത് വണ്ടിയുടെ ആണെങ്കിലും നിങ്ങൾക്ക് എന്ത് ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിലും ചോദിക്കാം. ഞാൻ ഫ്രീ ആയിട്ട് തന്നെ ഹെൽപ്പ് ചെയ്യാം. സോ അത്രയൊക്കെ ഉള്ളൂ ഇതിൻ്റെ ഒരു റിവ്യൂ അല്ലെങ്കിൽ എക്സ്പീരിയൻസ്. റിവ്യൂ എന്ന് ഞാൻ പിന്നെ ഇടയ്ക്ക് പറഞ്ഞു പോകുന്നുണ്ട്, പക്ഷേ ഒട്ടൊരു റിവ്യൂ അല്ല ശരിക്കും ഇത്. ശരിക്കും എനിക്കൊരു എക്സ്പീരിയൻസ് ഷെയറിങ് മാത്രമാണ്. റിവ്യൂസ് ചെയ്യാൻ ബാക്കിയുള്ള NS അല്ലെങ്കിൽ ഒരു മറ്റു വണ്ടികൾ എനിക്ക് കുറച്ച് ആക്സസ് ഉള്ള കുറേ വണ്ടികളുണ്ട്. അങ്ങനെയുള്ള വണ്ടികളിലൊക്കെ ഞാൻ റിവ്യൂ ആയിട്ട് തന്നെ ചെയ്യാം. ഇത് ശരിക്കും ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് മാത്രമായിട്ട് ഷെയർ ചെയ്യുകയാണ്. സോ നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പുതിയ വീഡിയോസ് കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.